നമസ്കാരം. വാഗമണ്ണിൽ ലക്ഷങ്ങളുടെ ലഹരിവേട്ട. കോഴിക്കോട് സ്വദേശികളായ യുവതിയും യുവാവും 50 ഗ്രാമോളം MDMA, കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ എന്നിവയുമായി പീരുമേട് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. ഇവരിൽ നിന്ന് 3.25 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വാഗമൺ മേഖലയിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്. കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് ഫവാസ്, ശ്രാവൺ താര എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ കാറിൽ നിന്നും 47 ഗ്രാം MDMAയും 5 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇവർ വാഗമണ്ണിലെ ഒരു റിസോർട്ടിൽ മുറിയെടുത്ത് താമസിക്കുകയാണെന്ന് സമ്മതിച്ചു. ഈ മുറിയിൽ നടത്തിയ പരിശോധനയിൽ 2 ഗ്രാം MDMA, 3 ഗ്രാമോളം ഹാഷിഷ് ഓയിൽ, 3,75,000 രൂപ, 5 മൊബൈൽ ഫോണുകൾ എന്നിവയും കണ്ടെടുത്തു. മയക്കുമരുന്ന് കച്ചവടത്തിൽ നിന്ന് ലഭിച്ച പണമാണിതെന്നും പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഫവാസ് മുൻകാലങ്ങളിൽ ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2021 83 ഗ്രാം MDMAയുമായി ഇയാളെ എറണാകുളത്ത് നിന്ന് പിടികൂടിയിരുന്നു. കൂടാതെ മറ്റ് സ്ഥലങ്ങളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ശ്രാവൺ താരയുടെ ഭർത്താവും ഫവാസും ചേർന്നാണ് ലഹരിമരുന്ന് കച്ചവടം നടത്തിയിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രാവൺ താരയുടെ ഭർത്താവ് ശ്രീമോൻ കഴിഞ്ഞ ദിവസം 430 ഗ്രാം MDMAയുമായി ആലപ്പുഴ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്നാണ് വാഗമണ്ണിലേക്ക് രക്ഷപ്പെട്ടതെന്നും സൂചനയുണ്ട്. സംസ്ഥാനത്ത് വലിയ തോതിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണുകളാണ് ഇവരെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു.